2024 ഏപ്രിൽ മാസം 17-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4:45 നമ്മുടെ തിരുവല്ല കുറ്റപ്പുഴ വാരിക്കാട് പടപ്പാട് വളവിലുള്ള മതിലങ്കൽ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട കുഞ്ഞവറാച്ചായന്റെ കുടുംബമാണ്. കുഞ്ഞവറാച്ചായന്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. നമ്മുടെ ശ്രീമതി മറിയാമ്മ എബ്രഹാം, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞു മറിയാമ്മ അമ്മാമ്മ ആന്റി ഇന്ന് ഒരു ജന്മദിനം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരിട്ട് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പുസ്തകങ്ങൾ മാത്രമേ സമ്മാനം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ആന്റിക്ക് വായിക്കാം, അല്ലെങ്കിൽ കൊച്ചുമക്കളുണ്ട് അവർക്ക് കൊടുക്കുക എന്ന് പിടിച്ചോട്ടിരുന്ന് വായിക്കാം. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വിഭവസമൃദ്ധമായ ഒരു ഹൈറ്റി ആണ്, വലിയ സമൃദ്ധമൊന്നുമല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു പോളിസിയുണ്ട്, വിശ്വഭാരതിയുടെ പോളിസിയാണ്, ഈ ബർത്ത്ഡേക്ക് മെഴുകുതിരി ഊതിക്കെടുത്തത്തില്ല. വെളിച്ചം ഊതിക്കെടുത്തുന്നത് ഒരിക്കലും അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചീഫ് ഗസ്റ്റ് വന്ന് ഊതിയൊന്നും കെടുത്തുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് വെളിച്ചം കത്തിച്ചുകൊണ്ടുള്ള ഒരു ജന്മദിന ആഘോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആന്റി ഇപ്പോൾ മെഴുകുതിരി കത്തിക്കുന്നതാണ്. കത്തിച്ചു. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ പാടായിരുന്നു. എന്തായാലും വെളിച്ചം, പഴയ ഒരു പാട്ടുണ്ട്, The night is dark and I am far from home, lead thou me on, lead kindly light എന്നുള്ള വളരെ ഫേമസ് പാട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇനിയും സ്വർഗീയ വീട്ടിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര. കൂടുതൽ വെളിച്ചെന്തോ വിഷമിച്ചിരിക്കുന്നു, പ്രകാശം പരത്തുന്ന വർഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് 3 മക്കളാണ്. മൂത്ത ആള് പ്രീതാമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന പ്രീത ചേച്ചിയും ഹസ്ബൻഡ് ബിനുചായനും. അവര് എവിടെ, ഗൾഫിൽ? ഷാർജയിലോ? അല്ല, ജിദ്ദ. അവർക്ക് 2 മക്കളല്ലേ, എന്തോ ഹന്നായും ജമൈമായും. അവരോടുള്ള പ്രത്യേക അന്വേഷണം ഈ സമയത്ത് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ആള് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരിയായ എൻ്റെ ബാച്ച്മേറ്റ് ആയ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, പ്രീന മാത്യു കൊച്ചമ്മ. കൊച്ചമ്മയുടെ ഹസ്ബൻഡ് മാത്യു സാമുവേൽ ആസാച്ചൻ, എലീജായും എലീഷായും, ലച്ചുവും റിച്ചുവും എന്ന് വിളിക്കുന്ന 2 ചുണക്കുട്ടമ്മ. അവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. പിന്നീട് മൂന്നാമത്തത് എവർ വൈബ്രന്റ്, ചിരിക്കുന്നു, വളരെ സജീവമായി ആക്റ്റീവായി എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയ സൂസൻ. പ്രിയയുടെ ഹസ്ബൻഡ് ബിനു. അവർ രണ്ടുപേരും അവര് ഗൾഫിൽ, എവിടെ? ഷാർജയിലാണ്. അവർക്ക് 3 മക്കളല്ലേ. അപ്പവും അവരുടെ ഒഫീഷ്യൽ നെയിം എന്തോ? ജൊഹാൻ ജോയൽ ജൈറ. സോ അവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാം സ്നേഹാശംസകൾ. പിന്നെ സഹോദര കുടുംബങ്ങളുണ്ട്, മതിലങ്കൽ കുടുംബത്തിലെ ഉണ്ട്, അമ്മാമ്മയുടെ സഹോദരിമാരുണ്ട്, പ്രത്യേകിച്ച് ഓമന ആന്റിയും മറ്റേ ചാനും എല്ലാവരും ഉണ്ട്. എല്ലാവരും പരിചയക്കാരാണ്. വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൽ നിന്നും സ്നേഹവും സന്തോഷവും നല്ലൊരു കൂട്ടായ്മയൊക്കെ കിട്ടുന്നു. അതിന്റെ ഒരു സ്നേഹമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇനി എങ്ങനെ പാടുന്നത് ഒന്നും എനിക്കരുത്. അതുകൊണ്ട് വെളിച്ചം കത്തിച്ചു. ഞങ്ങള് നല്ല പേസ്ട്രി കേക്ക് ഉണ്ട്. അപ്പൊ അത് എന്നാ മുറിച്ചു, ഇത് മുറിച്ചാൽ മതി, കുഴപ്പമില്ല. പുറത്തൊരു പീസാക്കിയാ എനിക്കൊരു ചെറിയ പീസ് മതി. അത് മതി. അതുകൊണ്ട് മക്കളുടെയും കൊച്ചുമക്കളുടെയും ബന്ധുക്കാരുടെയും എല്ലാവരുടെയും പേരിൽ കഴിച്ചു അത്രേ ഉള്ളൂ. ഓക്കെ, മതി ബാക്കി കൈ കൊണ്ടൊക്കെ എടുത്ത് കുഴപ്പമില്ല. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേറെ ഒരു മകന് വേണ്ടി താങ്ക് യു. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ജീവിതത്തിൽ ഒരു സംവത്സരങ്ങൾ കൂടി നീ തന്നല്ലോ, നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും എല്ലാം സ്തോത്രം ചെയ്യുന്നു. ദൂരസ്ഥരും സമീപസ്ഥരുമായിരിക്കുന്ന ബന്ധുമിത്രാദികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മയിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വലിയ സ്നേഹത്തിനായി സന്തോഷത്തിനായി സ്തോത്രം. തുടർന്ന് അനേക സംവത്സരങ്ങൾ നിന്റെ ഒരു ദൈവരാജ്യത്തിന്റെ ഒരു നല്ല ദാസിയായി പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കൂടെ ഉണ്ടായിരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഓക്കെ, പാട്ടൊക്കെ നിങ്ങൾ പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്. സോ നമ്മുടെ മതിലെങ്കിലെ അടുത്ത റിലേറ്റീവായ മുണ്ടിയപ്പള്ളിയിലെ അങ്കിള് വന്നു. എന്തുകൊണ്ട് അങ്കിളെ വിശേഷമൊക്കെ? സുഖം തന്നെയാണ്. അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷത്തിൽ വീണ്ടും കൂടുതൽ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരികയാണ്. വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ മറിയാമ്മ ആൻറ്റിയുടെ മരുമകനായ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, വീഡിയോ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, മാത്യു സാമുവൽ അച്ഛനും അച്ഛൻ്റെ മദർ പ്രിയപ്പെട്ട ആൻറ്റിയും വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഈ അവസരത്തിൽ അച്ഛൻ എന്താണ് അച്ഛാ പറയാനുള്ളത്? അമ്മയ്ക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും. അച്ഛനിപ്പോ കാസർഗോഡ് നിന്ന് ഇപ്പൊ ട്രാൻസ്ഫർ അല്ലേ? കാസർഗോഡ്, അതെ, പുനലൂരോട്ട്. കാസർഗോഡ് എത്ര വർഷം ഉണ്ടായിരുന്നു? 6 വർഷം. ചില വളരെ കമന്റബിൾ സർവീസ് ആയിരുന്നു. ഞാൻ അവിടെ നേരിട്ട് പോയി അച്ഛൻ്റെ മിനിസ്ട്രിയൊക്കെ കണ്ടതാണ്. പ്രീന കൊച്ചമ്മയാണെങ്കിലും കോളേജിന്റെ നടത്തിപ്പിലും എല്ലാം. They have done an amazing job for the ministry of the kingdom of God. തുടർന്നും പുതിയ മേഖലയിലും അച്ഛനെയും കൊച്ചമ്മയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും ആശംസയും ഇപ്പോൾ നൽകുകയാണ്. എന്തുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നല്ല ഒരു സഹോദര സ്നേഹമാണ്, നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. ജന്മദിനം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിക്കുക. അത്രേ ഉള്ളൂ. സർപ്രൈസ്, സന്തോഷമായല്ലോ, എല്ലാം അടിപൊളിയായില്ലേ? ഒന്നും മിണ്ടത്തില്ല. ഇതൊന്നും ഇഷ്ടമുള്ള കേസൊന്നും അല്ല. ഞങ്ങളുടെ അമ്മ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ സത്യം